പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കുനിയിൽ പ്രദേശത്തെ ക്വാറിയിലെ വെള്ളക്കെട്ടിൽ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങി ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരണപ്പെട്ടത്. കുനിയിൽ പാലാപ്പറമ്പിൽ സന്തോഷിൻ്റെ മകൾ അഭിനന്ദ, അയൽവാസിയായ ചെറുവാലക്കൽ പാലാപ്പറമ്പിൽ ഗോപിനാഥൻ്റെ മകൾ ആര്യ എന്നിവരാണ് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ അത്യാഹിതം സംഭവിച്ച് ചികിത്സയിലായിരിക്കെ നമ്മോട് വിട പറഞ്ഞത്. അരീക്കോട് കിഴുപറമ്പ GVHSSലെ മിടുക്കികളായ ഈ 2 വിദ്യാർത്ഥിനികളും വീട്ടുകാരെയും ബന്ധുക്കളെയും മാത്രമല്ല നാട്ടുകാരെയും കൂട്ടുകാരെയുമെല്ലാം സങ്കടക്കടലിലാക്കിയാണ് നമ്മിൽ നിന്ന് വിട്ടകന്നത്. നാട്ടുകാരെല്ലാം സ്വന്തം മക്കളെപ്പോലെ തന്നെ കണ്ട് കുട്ടികൾക്കായി ഒരു ചികിത്സാ നിധി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയുണ്ടായ ഈ മരണവാർത്ത എല്ലാവരെയും വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തി. ഇത്തരം അത്യാഹിതങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് പാഠങ്ങൾ കൂടി നൽകുന്നുണ്ട്. 2023 മാത്രം 1170 പേരാണ് കേരളത്തിൽ മുങ്ങി മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ വലിയൊരു വിഭാഗം കുട്ടികളാണ് എന്നുള്ളത് വിസ്മരിക്കാനാവുന്നതല്ല. റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ്. ഒരു ദിവസം ശരാശരി 3-ൽ കൂടുതൽ ആളുകളാണ് കേരളത്തിൽ മുങ്ങി മരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജലാശയങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആൾമറയില്ലാത്ത കിണറുകളും ക്വാറികളും കുളങ്ങളും പുഴകളും കടൽ തീരങ്ങളും മഴക്കാലത്ത് സജീവമാകുന്ന മറ്റു വെള്ളക്കെട്ടുകളുമെല്ലാം മരണത്തെ മാടി വിളിക്കുന്ന ചതിക്കുഴികളാണെന്ന കാര്യം നാം മറന്നു പോകരുത്. കുട്ടികളുടെ പക്വതക്കുറവും എടുത്തുചാട്ടവും സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വീഡിയോഗ്രാഫിയും വിനോദയാത്രകളിലെ ധാരണാക്കുറവുമെല്ലാം ദുരന്തങ്ങളിലേക്കാണ് പലരെയും എത്തിക്കുന്നത് എന്ന് അവർ വിസ്മരിച്ചു പോകുന്നു. നീന്തലറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി ഒരു പരിധിവരെ നമുക്ക് ഇത്തരം അത്യാഹിതങ്ങളെ നേരിടാൻ കഴിഞ്ഞേക്കാമെങ്കിലും നീന്തൽ പഠിച്ച അഹങ്കാരത്താൽ പ്രളയത്തോടും തിരമാലയോടും അടിയൊഴുക്കിനോടുമെല്ലാം മല്ലിടാനിറങ്ങി ആയിരങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അതുപോലെ കുട്ടികൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനങ്ങൾ നൽകുന്നതിലൂടെ പല ജീവനുകളും അത്യാഹിതങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. കൂടാതെ രക്ഷിതാക്കൾ എന്ന നിലയിൽ മുതിർന്നവരുടെ സാമീപ്യമില്ലാതെ കുട്ടികളെ ആഴമുള്ള വെള്ളത്തിൽ നീന്താനോ കുളിക്കാനോ കളിക്കാനോ അനുവദിക്കാതിരിക്കുന്നതിലൂടെ ഒരുപാട് അത്യാഹിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോഴുള്ള ബോധവൽക്കരണവും അപകട സാധ്യതാ പ്രദേശങ്ങളിൽ വേലികെട്ടി പ്രവേശനം നിയന്ത്രിക്കുന്നതിലൂടെയും നമുക്ക് പലരെയും രക്ഷപ്പെടുത്താം. അപസ്മാരം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ പ്രയാസമനുഭവിക്കുന്നവരും മദ്യപാനികളുമൊന്നും ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിച്ചെടുക്കാനാവും. അതിനായി പരിശ്രമിക്കുക. നമുക്ക് നല്ലൊരു നാളേക്കായി പ്രവർത്തിക്കാം. മരണപ്പെട്ട മാലാഖമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.